जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरून् श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादा सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। पाञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्द माधवं श्रीचैतन्यमीश्वरम्। हृदयस्य प्रेरणाय प्रवृत्तिरूपं रागरूपं तस्य हरे पदकमलं वन्दे चैतन्यदेवस्य आजानलम्बितभुजौ कनकावदादौ सङ्कीर्तनैकपितरौ कमलायताक्षौ विश्वम्भरो द्विजवरो युगधर्मपालो वन्दे जगत्प्रियकरो करुणावतारो। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ശിലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ശ്രീ ചൈതന്യ ചരിതാമൃതം നമ്മൾ പഠിച്ചു വരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 5-ാമത്തെ അധ്യായം വരെയായി. അധ്യായം 5 ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചുള്ള തത്വങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 41-ാമത്തെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗം വരെ നമ്മൾ വായിച്ചു. ഇനി കുറച്ചും കൂടെ വായിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ, അതും കൂടെ കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. ആക്ച്വലി ഞാൻ ഇത് മുഴുവനും വായിച്ചു നോക്കിയിരുന്നു. സോ അതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുക്കമായിട്ട് പറയാൻ സാധിക്കും. എന്തായാലും ബാക്കിയുള്ള ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ശ്ലോകം 41. ബാക്കിയുള്ളത് വായിക്കാം. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഓക്കെ. 1. ശ്രീപാദ ശങ്കരാചാര്യർ വേദാന്ത സൂത്രത്തിന്റെ 2.2.42 വ്യാഖ്യാനത്തിൽ സംഘർഷണൻ ഒരു സാധാരണ ജീവസത്താണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ സംഘർഷണൻ ഒരു സാധാരണ ജീവസത്തയാണെന്ന് ഭഗവത് ഭക്തന്മാർ എപ്പോഴെങ്കിലും പറഞ്ഞതായി ഒരു വൈദിക ശാസ്ത്ര ഗ്രന്ഥത്തിലും തെളിവില്ല. അവിടുന്ന് വിഷ്ണു വിഭാഗത്തിൽ ഭഗവാന്റെ ച്യുതിരഹിതനായ ഒരു പൂർണ്ണ വിസ്തരണമാണ്. ഭൗതിക സൃഷ്ടിക്ക് അതീതനുമാണ്. ജീവസത്തകളുടെ മൂലസ്രോതസ് അവിടുന്നാണ്. ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്നു, നിത്യോ നിത്യാനാം ചേതനാസ് ചേതനാനാം. അവിടുന്ന് എല്ലാ ജീവസത്തകളിലും വെച്ച് പരമോന്നത ജീവസത്തയാണ്. അതിനാൽ അവിടുന്ന് വിഭു ചൈതന്യൻ അഥവാ സർവോത്തമൻ ആകുന്നു. അവിടുന്ന് ഭൗതിക പ്രപഞ്ചത്തിന്റെയും അതിസൂക്ഷ്മരായ ജീവാത്മാക്കളുടെയും നേരിട്ടുള്ള അസ്തിത്വ കാരണമാണ്. അവിടുന്ന് അനന്തനായ ജീവസത്തയാണ്. സാധാരണ ജീവസത്തകൾ അണുതുല്യരും. അതുകൊണ്ട് അവിടുന്ന് ഒരിക്കലും ഒരു സാധാരണ ജീവസത്തയായി കണക്കാക്കരുത്. എന്തുകൊണ്ടെന്നാൽ അത് ആധികാരിക വേദശാസ്ത്രങ്ങളുടെ നിഗമനത്തിന് വിരുദ്ധമായി തീരും. ജീവസത്തകളും ജനന മരണങ്ങളുടെ പരിമിതികൾക്ക് ഉപരിയിലാണ്. ഇത് വേദങ്ങളുടെ ഭാഷ്യമാണ്. യഥാർത്ഥത്തിൽ ഗുരുശിഷ്യ പരമ്പരയിലൂടെ വന്നിട്ടുള്ള വേദാനുശാസനങ്ങൾ പിന്തുടരുന്നവരാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. 2. ശങ്കരാചാര്യരുടെ വേദാന്ത സൂത്ര 2.2.43 വ്യാഖ്യാനത്തിന് മറുപടിയായി വിവിധ രീതികളിൽ വിസ്തരിച്ചിരിക്കുന്ന എല്ലാ വിഷ്ണു വിഭാഗങ്ങളുടെയും ആദിയായ വിഷ്ണുരൂപം മൂലസംഘർഷണനാണെന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. മൂലം എന്നാൽ ആദി എന്നാണ് അർത്ഥം. സംഘർഷണനും വിഷ്ണു തന്നെയാണ്. എന്നാൽ അവിടുന്നിൽ നിന്ന് മറ്റെല്ലാ വിഷ്ണുമാരും വിസ്തരിക്കുന്നു. ഇത് ബ്രഹ്മസംഹിതയിൽ 5.46 സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു ദീപത്തിൽ നിന്ന് കൊളുത്തപ്പെട്ട ഒരു ദീപനാളം ആദ്യ ദീപത്തെ പോലെ തന്നെ വർത്തിക്കുന്നത് പോലെ മൂലസംഘർഷണിൽ നിന്ന് ഉദ്ഭവിച്ച എല്ലാ വിഷ്ണുമാരും ആദി വിഷ്ണുവിനെ പോലെ തന്നെ ശ്രേഷ്ഠരാണ്. അപ്രകാരം സ്വയം വിസ്തരിക്കുന്ന ആദി പുരുഷനായ ഗോവിന്ദനെ ഒരുവൻ ആരാധിക്കണം. ഹരികൃഷ്ണ പ്രഭു. ഓക്കെ, അടുത്ത ആള് വായിക്കൂ. 3. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഒന്ന് വായിച്ചോട്ടെ പ്രഭു. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. 3. 44-ാം സൂത്രത്തിനുള്ള ശങ്കരാചാര്യ വ്യാഖ്യാനത്തിന് മറുപടിയായി പഞ്ചരാത്ര തത്വങ്ങൾ കർശനമായി പിന്തുടരുന്ന പരിശുദ്ധ ഭക്തരാരും തന്നെ വിഷ്ണുവിന്റെ വിവിധ വിസ്തരണങ്ങൾ വിഭിന്നമാണെന്ന പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കുകയില്ലെന്ന് പറയാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ആശയം തികച്ചും തെറ്റാണ്. പരമപുരുഷനായ ഭഗവാന് സ്വയം വിവിധങ്ങളായി വിസ്തരിക്കാൻ കഴിയുമെന്ന് ശ്രീപാദ ശങ്കരാചാര്യർ പോലും അദ്ദേഹത്തിന്റെ 42-ാം സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിനാൽ അദ്ദേഹത്തിന് 42-ാം സൂത്രത്തിന്റെ വ്യാഖ്യാനവും 44-ാം സൂത്രത്തിന്റെ വ്യാഖ്യാനവും പരസ്പര വിരുദ്ധങ്ങളാണ്. ഒരിടത്ത് ഒരു പ്രസ്താവനയും മറ്റൊരിടത്ത് അതിന് വിരുദ്ധമായ പ്രസ്താവനയും നടത്തുന്നത് ഭാഗവത സമ്പ്രദായത്തെ നിഷേധിക്കാനുള്ള മായാവാദ തന്ത്രമാണ്. ഇത് മായാവാദ വ്യാഖ്യാനങ്ങളുടെ ഒരു ന്യൂനതയാണ്. അപ്രകാരം മായാവാദി വ്യാഖ്യാതാക്കൾ വ്യവസ്ഥാപിത തത്വങ്ങൾ പോലും പിന്തുടരുന്നില്ല. ഭാഗവത സമ്പ്രദായം നാരായണന്റെ ചതുർവ്യൂഹ രൂപങ്ങളെ അംഗീകരിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ അനേകം ദൈവങ്ങളെ അംഗീകരിക്കുന്നുവെന്ന് അതിനർത്ഥമില്ല. നിരപേക്ഷ സത്യമായ ഭഗവാൻ അദ്വിതീയനാണെന്ന് ഭക്തന്മാർക്ക് നന്നായി അറിയാം. അവർ ഒരിക്കലും ബഹുദൈവ വിശ്വാസികൾ അഥവാ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നവർ അല്ല. കാരണം ഇത് വേദാനുശാസനങ്ങൾക്ക് വിരുദ്ധമാണ്. നാരായണൻ അതീന്ദ്രിയനും അചിന്ത്യമായ അതീന്ദ്രിയ ശക്തികളുടെ ഉടമയുമാണെന്ന് ഭക്തന്മാർ ദൃഢവിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. അതിനാൽ ഈ ആശയങ്ങൾ സുവ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ശ്രീല രൂപ ഗോസ്വാമിയുടെ ലഘുഭാഗവതാമൃതം പരിശോധിക്കാൻ പണ്ഡിതന്മാരോട് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. വസുദേവനും സംഘർഷനും പ്രദ്യുമ്നും അനിരുദ്ധനും ഹേതുപരിണിത ഫലം മുറയ്ക്ക് വികാസം കൊണ്ടതാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അദ്ദേഹം അവരെ മണ്ണിനോടും മൺകുടങ്ങളോടും താരതമ്യം ചെയ്യുന്നു. അത് തീർത്തും അജ്ഞതയാണ്. എന്തെന്നാൽ ചതുർവ്യൂഹങ്ങളുടെ വിസ്തരണങ്ങളിൽ ഹേതുവും
ഫലവും പോലുള്ള ഒരു സംഗതിയുമില്ല. നാന്യത് യത് സതതപരം. കൂർമ്മപുരാണവും സ്ഥിരീകരിക്കുന്നു. ദേഹ ദേഹി വിഭേദോയം നേശ്വരേ വിദ്യതേ ക്വചിത്. ഭഗവാനിൽ ശരീരവും ആത്മാവും എന്നിങ്ങനെയുള്ള ഒരു ഭേദവുമില്ല. ഹേതുവും പരിണത ഫലവും എന്ന വ്യവസ്ഥ ഭൗതികമാണ്. ഉദാഹരണത്തിന് ഒരു പിതാവിന്റെ ശരീരം പുത്രന്റെ ശരീരത്തിന് കാരണമാകുന്നതായി കാണാം. പക്ഷെ ആത്മാവ് ഹേതുവോ പരിണിത ഫലമോ ആകുന്നില്ല. ആധ്യാത്മിക തലത്തിൽ ഹേതുവിനും ഫലത്തിനും നാം കാണാറുള്ള വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഭഗവത് രൂപങ്ങളെല്ലാം തന്നെ ആധ്യാത്മികമായി പരമോന്നതങ്ങളായതിനാൽ അവരെല്ലാം ഭൗതിക പ്രകൃതിയുടെ തുല്യ നിയന്ത്രാതാക്കളാണ്. നാലാം മനത്തിൽ നിൽക്കുന്ന അവർ അതീന്ദ്രിയ വിധാനത്തിലെ അധീശ്വരന്മാരാണ്. അവരുടെ വിസ്തരണങ്ങളിൽ ഭൗതിക മാലിന്യത്തിന്റെ ഒരടയാളവും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഭൗതിക നിയമങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയില്ല. ഭൗതിക ലോകത്തിന് വെളിയിൽ കാരണമെന്നും പരിണിത ഫലമെന്നുമുള്ള തരത്തിൽ ഒരു നിയമവും ഇല്ല. അതുകൊണ്ട് കാരണം പരിണിത ഫലമെന്നുള്ള തരത്തിൽ ഒരു നിയമവും ഇല്ല. അതുകൊണ്ട് കാരണം പരിണിത ഫലം എന്ന വ്യവസ്ഥയ്ക്ക് ഭഗവാന്റെ സമഗ്രമായ അതീന്ദ്രിയ വിസ്തരണങ്ങളുടെ തത്വത്തെ വിശദീകരിക്കാനുള്ള പ്രാപ്തിയില്ല. വൈദിക സാഹിത്യം ഇത് തെളിയിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ വശിഷ്യതേ. അവിടുന്ന് പരിപൂർണനാകയാൽ ഈ പ്രാതിഭാസിക ലോകം പോലെ അവിടുന്ന് നിന്നുള്ള ഉത്ഭവങ്ങളെല്ലാം പൂർണ്ണങ്ങളാണ്. പൂർണ്ണത്തിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന എന്തും സ്വയം പൂർണ്ണമാണ്. അവിടുന്ന് സമ്പൂർണ്ണ സമസ്തമാകയാൽ അവിടുന്ന് നിന്ന് അനേകം പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും അനന്തരം അവിടുന്ന് പൂർണ്ണനായി തന്നെ അവശേഷിക്കുന്നു. ബൃഹത് ആരണ്യക ഉപനിഷത്ത് 5.1. ഹരേ കൃഷ്ണ. ആ പാരഗ്രാഫ് മുഴുവനാകട്ടെ. വേണ്ട, വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ. ബൃഹദാരണ്യകോപനിഷത്ത് 5 അഭക്തന്മാർ വിഷ്ണുവിന്റെ ബാഹ്യഭാവമായ വിശ്വാവിഷ്കാരത്തെ മായാധീശനായ ഭഗവാനോടോ അല്ലെങ്കിൽ അവിടുത്തെ ചതുർവ്യൂഹ വിസ്തരണങ്ങളോടോ സമീകരിക്കുന്നതും തന്മൂലം ഭക്തിയുടെ സേവനത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിക്കുന്നതും അധികമായി കാണാറുണ്ട്. മായയെ ആത്മാവിനോട് അല്ലെങ്കിൽ മായയെ ഭഗവാനോട് തുല്യമായി ഗണിക്കുന്നത് നിരീശ്വരവാദത്തിന്റെ അടയാളമാണ്. ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ജീവരാശികളെ ആവിഷ്കരിക്കുന്ന ഭൗതിക സൃഷ്ടി പരമോന്നതനായ ഭഗവാന്റെ ബാഹ്യഭാവമാണ്. അത് ഭഗവത് ശക്തിയുടെ 4 മാത്രം ഉൾക്കൊള്ളുന്നതാണ്. ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ ഏകാംശേന സ്ഥിതോ ജഗത്. മായാശക്തിയുടെ വിശ്വാവിഷ്കാരമാണ് ഭൗതിക പ്രകൃതി. ഭൗതിക പ്രകൃതിയിലുള്ളതെല്ലാം ദ്രവ്യനിർമ്മിതമാണ്. അതിനാൽ ഭൗതിക പ്രകൃതിയുടെ വിസ്തരണങ്ങളെ ഭഗവാന്റെ ചതുർവ്യൂഹത്തോട് താരതമ്യം ചെയ്യാൻ ഉദ്യമിക്കരുത്. നിർഭാഗ്യവശാൽ മായാവാദി സമ്പ്രദായം അനുചിതമായി ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു. 4. ശങ്കരാചാര്യരുടെ വേദാന്ത സൂത്രത്തിന്റെ 2.2.45 വ്യാഖ്യാനത്തിനുള്ള മറുപടിയായി ലഘു ഭാഗവതാമൃതത്തിൽ പൂർവം 5.208 214 ആത്മീയ ഗുണങ്ങളുടെ സത്തയും അവയുടെ അഭൗതിക പ്രകൃതിയും ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. ഗുണങ്ങൾ ഭൗതിക ദ്രവ്യത്തിൽ മാത്രമേ ആവിഷ്കൃതമാകൂ എന്നും അതിനാൽ അതീന്ദ്രിയത സർവഗുണരഹിതമായിരിക്കണമെന്നും ചിലർ പറയുന്നു. അവരുടെ അഭിപ്രായത്തിൽ എല്ലാ ഗുണങ്ങളും താൽക്കാലികവും മിന്നിമറയുന്ന മരീചിക പോലെയുമാണ്. പക്ഷേ ഇത് സ്വീകാര്യമല്ല. ഭഗവാൻ നിരപേക്ഷകനാകയാൽ അവിടുത്തെ ഗുണങ്ങൾ അവിടുന്നിൽ നിന്ന് ഭിന്നമല്ല. അവിടുത്തെ രൂപം, നാമം, ഗുണങ്ങൾ, ലീലകൾ തുടങ്ങി അവിടുത്തെ സംബന്ധിക്കുന്നതെല്ലാം അവിടുന്നിനെ പോലെ തന്നെ ആധ്യാത്മികമാണ്. ഭഗവാന്റെ ഗുണപരമായ ഓരോ വിസ്തരണവും അവിടുന്നിൽ നിന്ന് അനന്യമാണ്. പരമസത്യം എല്ലാ ആനന്ദങ്ങളുടെയും സംഭരണിയായതിനാൽ അവിടുന്നിൽ നിന്ന് വിസ്തരിക്കുന്ന എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളും ആനന്ദ സംഭരണികളാണ്. ബ്രഹ്മതർക്കം എന്നറിയപ്പെടുന്ന വേദശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇത് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാൻ ഹരി സ്വയം യോഗ്യനാണെന്നും അതുകൊണ്ട് വിഷ്ണുവിന്റെയും അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാരുടെയും അതീന്ദ്രിയ ഗുണങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അന്യമല്ലെന്നും ഈ ഗ്രന്ഥം പറയുന്നു. വിഷ്ണു പുരാണത്തിൽ വിഷ്ണു ഭഗവാൻ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളാൽ ആരാധിക്കപ്പെടുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഞങ്ങളോട് കൃപയുള്ളവനായിരിക്കട്ടെ. അവിടുത്തെ അസ്തിത്വം ഒരിക്കലും ഭൗതിക ഗുണങ്ങളാൽ ബാധിക്കപ്പെടുകയില്ല. ജ്ഞാനം, ഐശ്വര്യം, സൗന്ദര്യം, ശക്തി, സ്വാധീനം എന്നിങ്ങനെ ഭഗവാന്റേതെന്ന് വിശേഷിപ്പിക്കുന്ന ഗുണങ്ങളെല്ലാം അവിടുന്ന് നിന്ന് അനന്യമാണെന്നും അതേ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പത്മപുരാണത്തിലും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരമോന്നത ഭഗവാൻ നിർഗുണൻ എന്ന് എപ്പോൾ വർണ്ണിക്കപ്പെട്ടാലും അവിടുന്ന് ഭൗതിക ഗുണങ്ങളില്ലെന്ന്
സൂചിപ്പിക്കാനാണത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം 1-ാം അധ്യായത്തിൽ 1.16.29 ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. ധാർമ്മിക തത്വങ്ങളുടെ സംരക്ഷകനായ അലയോ ധർമ്മ, ശ്രേഷ്ഠവും ഉദാത്തവുമായ ഗുണങ്ങൾ കൃഷ്ണന്റെ വ്യക്തിത്വത്തിൽ ശാശ്വതമായി പ്രകടമാണ്. വിശ്വസ്തരാകാൻ കാക്ഷിക്കുന്ന ഭക്തന്മാരും അതീന്ദ്രിയവാദികളും അത്തരം അതീന്ദ്രിയ ഗുണങ്ങൾ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പരമമായ ആനന്ദത്തിന്റെ അതീന്ദ്രിയ രൂപമായ ഭഗവാൻ കൃഷ്ണൻ ആനന്ദകരമായ എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും അചിന്ത്യ ശക്തികളുടെയും മൂലസ്രോതസ്സാണെന്ന് മനസ്സിലാക്കണം. ഇത് സംബന്ധിച്ച് ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 26-ാം അധ്യായത്തിലെ 21, 25, 27, 28 എന്നീ ശ്ലോകങ്ങൾ പരിശോധിക്കാൻ നാം ശുപാർശ ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീപാദ രാമാനുജാചാര്യരും ശ്രീഭാഷ്യം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വേദാന്ത സൂത്ര വ്യാഖ്യാനത്തിൽ ശങ്കരന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്നുണ്ട്. ശ്രീപാദ ശങ്കരാചാര്യർ പഞ്ചരാത്രങ്ങളെ നിരീശ്വരവാദിയായ കപിലന്റെ തത്വശാസ്ത്രത്തോടെ സമീകരിക്കുകയും അപ്രകാരം പഞ്ചരാത്രം വേദാനുശാസനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തെളിയിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. സംഘർഷണനാണ് വിളിക്കപ്പെടുന്ന ജീവന്റെ വ്യക്തിത്വം സർവകാരണങ്ങളുടെയും പരമകാരണമായ വാസുദേവനിൽ നിന്നും മനസ്സിലാക്കുന്ന പ്രദ്യുമ്നൻ സംഘർഷണനിൽ നിന്നും അഹങ്കാരമായ അനിരുദ്ധൻ മനസ്സാകുന്ന പ്രദ്യുമ്നനിൽ നിന്നും വന്നെന്ന് പഞ്ചരാത്രങ്ങൾ പ്രസ്താവിക്കുന്നു. പക്ഷെ ജീവസത്ത ജനിക്കുന്നുവെന്നോ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നുവെന്നോ പറയാൻ കഴിയില്ല. കാരണം അത്തരമൊരു പ്രസ്താവം വേദാനുശാസനങ്ങൾക്ക് വിപരീതമാണ്. കഠ ഉപനിഷത്ത് 2.18 പറഞ്ഞിട്ടുള്ളതുപോലെ വ്യക്തിഗത ജീവാത്മാക്കളുടെ നിലയിൽ ജീവസത്തകൾക്ക് ജനനമോ മരണമോ ഇല്ല. ജീവസത്തകൾ അനശ്വരമാണെന്ന് എല്ലാ വൈദിക സാഹിത്യങ്ങളും പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് സംഘർഷണനെ ജീവൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് ജീവസത്തകളുടെ അതീശ്വത്വം വഹിക്കുന്ന മൂർത്തിരൂപമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രദ്യുമ്നൻ മനസ്സിന്റെ അധീശനും അനിരുദ്ധൻ അഹങ്കാരത്തിന്റെ അധീശനുമാകുന്നു. പ്രദ്യുമ്നൻ അഥവാ മനസ്സ് സംഘർഷണനിൽ നിന്നാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ സംഘർഷണൻ ഒരു ജീവസത്തയായിരുന്നുവെങ്കിൽ ഇത് അംഗീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ജീവസത്തയ്ക്ക് മനസ്സിന്റെ ഹേതുവാകാൻ കഴിയുകയില്ല. ജീവനും മനസ്സും ഇന്ദ്രിയങ്ങളും ഉൾപ്പെടെ പരമദിവ്യ പുരുഷോത്തമനായ ഭഗവാനിൽ നിന്നാണ് സർവവും വരുന്നതെന്ന് വൈദിക ശാസന പ്രസ്താവിക്കുന്നു. മനസ്സ് ഒരു ജീവസത്തയാൽ ഉത്പാദിപ്പിക്കപ്പെടുക അസാധ്യമാണ്. കാരണം എല്ലാം പരമസത്യത്തിൽ നിന്നാണ് വരുന്നതെന്ന് വേദങ്ങൾ പറയുന്നു. കുറച്ചുകൂടെ വായിക്കാമോ? അത് മതിയോ പ്രഭു? കുറച്ചുകൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആർക്കും നിരസിക്കാനാവാത്ത അനിഷേധ്യ സത്യങ്ങളാകുന്ന വേദശാസ്ത്രങ്ങളുടെ അഭിപ്രായ പ്രകാരം സംഘർഷണനും പ്രദ്യുമ്നനും അനിരുദ്ധനുമെല്ലാം നിരപേക്ഷ സത്യമായ ഭഗവാന്റെ ശക്തിയുടെ സവിശേഷകളാണ്. അതിനാൽ ചതുർവ്യൂഹ ആവിഷ്കാരത്തിലെ ഈ അംഗങ്ങൾ സാധാരണ ജീവസത്തകളായി ഒരു കാരണവശാലും കണക്കാക്കപ്പെടരുത്. അവർ ഓരോരുത്തരും നിരപേക്ഷ ഭഗവാന്റെ സമ്പൂർണ്ണ വിസ്തരണങ്ങളും അപ്രകാരം ജ്ഞാനത്തിലും ഐശ്വര്യത്തിലും സ്വാധീനത്തിലും ശൗര്യത്തിലും ശക്തികളിലും ഭഗവാനുമായി താതാത്മ്യപ്പെട്ടവരുമാണ്. പഞ്ചരാത്രങ്ങളുടെ പ്രമാണം അവഗണിക്കുവാൻ കഴിയില്ല. പഞ്ചരാത്രങ്ങൾ നിർവ്യാജമായി പഠിക്കാതെ പരിശീലനമില്ലാതെ വ്യക്തികൾ മാത്രമേ ജീവസത്തയുടെ ജനനം അഥവാ ആരംഭം സംബന്ധിച്ച് പഞ്ചരാത്രങ്ങൾ ശ്രുതികൾക്ക് വിരുദ്ധമാണെന്ന് ചിന്തിക്കുകയുള്ളൂ. വാസുദേവനാണെന്ന് അറിയപ്പെടുന്നവരും സമർപ്പിതരായ ഭക്തന്മാരോട് അത്യന്തം വാത്സല്യമുള്ളവരുമാകുന്ന ഭഗവാൻ അവിടുന്ന് വിധേയവും അതേസമയം എല്ലാ പ്രകാശത്തിലും അവിടുന്ന് തുല്യവുമായ ചതുർവ്യൂഹ രൂപങ്ങളായി സ്വയം വിസ്തരിക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വിധി തരുണത്തിൽ നാം സ്വീകരിക്കണം. പൗഷ്കരണ സംഹിതയിൽ ഇങ്ങനെ പറയുന്നു: ബ്രാഹ്മണൻ ഭഗവാന്റെ ചതുർവ്യൂഹത്തെ ആരാധിക്കണമെന്ന് ശുപാർശ ചെയ്യും. വേദഗ്രന്ഥങ്ങളെ ആഗമങ്ങൾ ആധികാരിക വൈദിക സാഹിത്യങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ ചതുർവ്യൂഹത്തെ ആരാധിക്കുന്നത് പരമപുരുഷനായ വാസുദേവനെ ആരാധിക്കുന്നത് പോലെ തന്നെയെന്ന് ശ്രേഷ്ഠമാണ്. എല്ലാ വൈഷ്ണവ സാഹിത്യത്തിലും പറയുന്നുണ്ട്. അവിടുന്ന് തന്റെ വ്യത്യസ്ത വിസ്തരണങ്ങളാൽ
ഷഡ്ഐശ്വര്യ ഷഡ്ഐശ്വര്യ സമ്പൂർണവും ഭക്തന്മാരിൽ നിന്ന് അവരുടെ നിർദ്ദിഷ്ട കർമ്മങ്ങളുടെ ഫലങ്ങളായ അർപ്പണങ്ങൾ സ്വീകരിക്കുന്നുവെന്നുമാകും. ലീലാവതാരങ്ങളായ നരസിംഹം, രാമൻ, ശേഷൻ, കൂർമ്മം തുടങ്ങിയവരെ ആരാധിക്കുന്ന ഒരുവൻ സംഘർഷണ ചതുർവ്യൂഹത്തിന്റെ ആരാധനയിലേക്ക് ഉയർത്തപ്പെടും. ആ അവസ്ഥയിൽ നിന്ന് അവൻ പരബ്രഹ്മമായ വാസുദേവനെ ആരാധിക്കുന്നു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. പൗഷ്കരണ സംഹിതയിൽ ഇപ്രകാരം പറയുന്നു: ഒരുവൻ നിയാമക തത്വങ്ങളെ അനുസരിച്ച് പൂർണ്ണമായി ആരാധിക്കുന്ന പക്ഷം അവന് പരമദിവ്യത്വ പുരുഷൻ ഭഗവാൻ വാസുദേവനെ പ്രാപിക്കാൻ കഴിയും. സംഘർഷനും പ്രദ്യുമ്നനും അനിരുദ്ധനും വാസുദേവ ഭഗവാനെ പോലെ തന്നെ ശ്രേഷ്ഠന്മാരാണെന്ന് അംഗീകരിക്കണം. കാരണം അവർക്ക് സങ്കല്പാതീതമായ ശക്തിയും വാസുദേവനെ പോലെ അതീന്ദ്രിയ രൂപങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുമുണ്ട്. സംഘർഷനും പ്രദ്യുമ്നനും അനിരുദ്ധനും അജരാണ്. പക്ഷേ അവർക്ക് വിവിധ അവതാരങ്ങളിൽ പരിശുദ്ധ ഭക്തന്മാരുടെ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷരാകാൻ കഴിയുന്നു. എല്ലാ വൈദിക സാഹിത്യത്തിന്റെയും നിഗമനമാണിത്. ഭഗവാന് അവിടുത്തെ അചിന്ത്യ ശക്തി കൊണ്ട് ഭക്തന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനാകാൻ കഴിയുമെന്ന് പഞ്ചരാത്രങ്ങളുടെ ശിക്ഷണങ്ങൾക്ക് വിരുദ്ധമല്ല. സംഘർഷണനും പ്രദ്യുമ്നനും അനിരുദ്ധനും യഥാക്രമം എല്ലാ ജീവസത്തകളുടെയും സമഗ്ര മനസ്സിന്റെയും അഹങ്കാരത്തിന്റെയും അധീശ്വരന്മാരാകയാൽ ജീവൻ, മനസ്സ്, അഹങ്കാരം എന്നീ അഭിധാനങ്ങൾക്ക് അവർക്ക് നൽകുക ശാസ്ത്ര പ്രസ്താവനകൾക്ക് വിരുദ്ധമല്ല. ഈ അഭിധാനങ്ങൾ അവരുടെ അധീശ്വരന്മാരെ സൂചിപ്പിക്കുന്നവയാണ്. ആകാശം, പ്രകാശം എന്നീ പദങ്ങൾ ചിലപ്പോൾ നിരപേക്ഷ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത് പോലെയാണിത്. ഹരേ കൃഷ്ണ. ഓക്കെ, യെസ്, വേറെ ആരെങ്കിലും കണ്ടിന്യൂ ചെയ്യാം? ഹരേ കൃഷ്ണ. ജീവസത്തയുടെ ജനനത്തെയും സൃഷ്ടിയെയും വേദശാസ്ത്രങ്ങൾ പൂർണ്ണമായി ഖണ്ഡിക്കുന്നു. അന്യരുടെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഭൗതിക പ്രകൃതി വാസ്തവത്തിൽ നിശ്ചേതനവും സദാ പരിണാമ വിധേയവുമാണെന്ന് പരമസംഹിതയിൽ വിവരിക്കുന്നു. ഭൗതിക പ്രകൃതി കാമ്യകർമ്മികളുടെ നടനവേദിയാണ്. എങ്കിലും ഭൗതിക മേഖല ബാഹ്യമായെങ്കിലും ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അത് ശാശ്വതമാണ്. എല്ലാ സംഹിതകളും ജീവസത്തയെ ശാശ്വതനായി അംഗീകരിക്കുന്നു. പഞ്ചരാത്രങ്ങളിൽ ജീവന്റെ ജനനത്തെ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിക്കപ്പെടുന്ന എന്തിനും നാശമുണ്ടായിരിക്കും. അതിനാൽ നാം ജീവസത്തയുടെ ജനനം അംഗീകരിക്കുന്ന പക്ഷം അവന്റെ വിനാശവും അംഗീകരിക്കണം. പക്ഷേ ജീവസത്ത സനാതനനാണെന്ന് വൈദിക സാഹിത്യങ്ങൾ പറയുന്നതിനാൽ ജീവസത്ത ഒരു പ്രത്യേക കാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണെന്ന് ഒരുവൻ ചിന്തിക്കരുത്. ഭൗതിക പ്രകൃതിയുടെ മുഖം നിരന്തരം മാറുന്നതാണെന്ന് പരമസംഹിതയുടെ ആരംഭത്തിൽ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ആരംഭം, വിനാശം തുടങ്ങിയ പാദങ്ങൾക്ക് ഭൗതിക ലോകത്ത് മാത്രമേ പ്രായോഗികതയുള്ളൂ. ഈ ആശയങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ സംഘർഷണൻ ഒരു ജീവനായി ജനിക്കുന്നു എന്ന ശങ്കരാചാര്യരുടെ പ്രസ്താവന പൂർണ്ണമായും വൈദിക പ്രസ്താവനകൾക്ക് വിപരീതമാണ് എന്ന് മനസ്സിലാകുന്നു. മുകളിൽ പറഞ്ഞ വാദങ്ങളാൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളപ്പെടുന്നു. ഇക്കാര്യത്തിൽ ശ്രീധരസ്വാമിയുടെ ശ്രീമദ് ഭാഗവത വ്യാഖ്യാനം 3:1-34 വളരെ സഹായകമാണ്. സംഘർഷണൻ ഒരു സാധാരണ ജീവസത്തയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശങ്കരാചാര്യർ നടത്തിയ വാദങ്ങൾക്കുള്ള വിശദമായ നിഷേധത്തിന് ശ്രീമദ് സുദർശനാചാര്യരുടെ ശ്രുതപ്രകാശിക എന്നറിയപ്പെടുന്ന ശ്രീഭാഷ്യ വ്യാഖ്യാനം പരിശോധിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറച്ചും കൂടെ ഉള്ളൂ. ഇവിടെ വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ആദി ചതുർവ്യൂഹങ്ങളായ കൃഷ്ണൻ, ബലദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവർ ആധ്യാത്മിക ആകാശത്തിലെ വൈകുണ്ഠ ലോകങ്ങളിൽ ദ്വിതീയ ചതുർവ്യൂഹമായി വിസ്തരിച്ചിട്ടുണ്ട്. അതിനാൽ ആധ്യാത്മിക ആകാശത്തിലെ ചതുർവ്യൂഹ രൂപങ്ങൾ ദ്വാരകയിലെ മൂല ചതുർവ്യൂഹത്തിന്റെ രണ്ടാമത്തെ ആവിഷ്കാരമാണ്. മുകളിൽ വിശദീകരിച്ചതുപോലെ വാസുദേവനും സംഘർഷനും പ്രദ്യുമ്നനും അനിരുദ്ധനും മാറ്റമില്ലാത്തവരാണ്. അവർ ഭൗതിക ഗുണങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഭഗവാന്റെ സമ്പൂർണ്ണ വിസ്തരണങ്ങളുമാണ്. രണ്ടാമത്തെ ചതുർവ്യൂഹത്തിലുള്ള സംഘർഷണൻ ബലരാമന്റെ ഒരു പ്രാതിനിധ്യം മാത്രമല്ല, കാരണോദകശായി വിഷ്ണു യോഗനിദ്രയിൽ ശയിക്കുകയും എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങളുടെ ബീജങ്ങൾ ഉച്ഛസിക്കുകയും ചെയ്യുന്ന കാരണസാഗരത്തിന്റെ മൂല കാരണവുമാണ്. ജ്ഞാനത്തിന്റെയും സമ്പത്തിന്റെയും ശൗര്യത്തിന്റെയും മാറ്റം പൂർണ്ണ ഐശ്വര്യത്തോടെ സർവ വൈകുണ്ഠങ്ങളെയും നിലനിർത്തുന്നതും സാങ്കേതികമായി ശുദ്ധ സത്വമെന്ന് വിളിക്കപ്പെടുന്നതുമായ ഒരു പരിശുദ്ധ സൃഷ്ടിശക്തി ആത്മീയാകാശത്തിലുണ്ട്. ശുദ്ധ സത്വത്തിന്റെ ഈ
പ്രവൃത്തികളെല്ലാം ഭൗതിക ലോകത്തിൽ ക്ലേശിക്കുന്ന എല്ലാ വ്യക്തിഗത ജീവസത്തക്കളുടെയും ആത്യന്തിക സംഭരണിയായ മഹാസംഘർഷണന്റെ ശക്തികളെ പ്രകടമാക്കുന്നു. വിശ്വാവിഷ്കാരം സംഹരിക്കപ്പെടുമ്പോൾ സ്വതവേ അവിനാശികളായ ജീവസത്തകൾ മഹാസംഘർഷണന്റെ ശരീരത്തിൽ വിശ്രമിക്കുന്നു. സംഘർഷണൻ അതിനാൽ ചിലപ്പോൾ സമഷ്ടി ജീവൻ എന്ന് വിളിക്കപ്പെടുന്നു. ആധ്യാത്മിക സ്ഫുല്ലിംഗങ്ങൾ എന്ന നിലയിൽ ജീവസത്തകൾക്ക് ചിലപ്പോൾ ഭൗതിക ശക്തിയുടെ സഹവാസത്തിൽ നിഷ്ക്രിയരാകാനുള്ള പ്രവണതയുണ്ട്. അഗ്നിയുടെ സ്ഫുല്ലിംഗങ്ങൾക്ക് അഗ്നിയെ വിട്ടുപോയാൽ ഉടനെ അണയാനുള്ള പ്രവണതയുള്ളതുപോലെയാണിത്. എങ്കിലും ജീവസത്തയുടെ ആധ്യാത്മിക പ്രകൃതത്തെ പരമോന്നത ജീവനുമായുള്ള സംസർഗത്താൽ പുനരുദ്ദീപിക്കുവാൻ കഴിയും. ജീവസത്തയ്ക്ക് ജഡാവസ്ഥയിലോ ആത്മീയാവസ്ഥയിലോ പ്രകടമാകാൻ കഴിയുമെന്നതിനാൽ ജീവൻ തടസ്ഥ ശക്തി എന്ന് വിളിക്കപ്പെടുന്നു. പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്ന മൗലിക രൂപമായ കാരണോദകശായി വിഷ്ണുവിന്റെ ഉത്ഭവം സംഘർഷനാണ്. ആ സംഘർഷണൻ പക്ഷേ നിത്യാനന്ദരാമന്റെ സമഗ്ര വിസ്തരണം മാത്രമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. അങ്ങനെ 2-3 ക്ലാസ്സായി നമ്മൾ ഇത് വായിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശീല പ്രഭുപാദി എത്ര സമയമെടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. എത്ര റെഫറൻസ് തന്നിട്ടുണ്ട്. വേദാന്ത സൂത്രങ്ങൾ, പിന്നെ ഒരുപാട് പഞ്ചരാത്രിക, പിന്നെ അതേപോലെ ഒരുപാട് വേറെ റെഫറൻസസും ഉപനിഷത്തുകളൊന്നും ഡയറക്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥപരമായിട്ടുള്ള ഒരു എഫേർട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കാര്യം? പലവരും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ കാര്യം. ശ്രീപാദ് ശങ്കരാചാര്യർ പലപ്പോഴും, അല്ലെങ്കിൽ ഈ പറയുന്ന ചതുർവ്യൂഹമൂർത്തികളെയും അല്ലെങ്കിൽ മറ്റുള്ള ഭഗവാന്റെ പല വിസ്തരണങ്ങളെയും ജീവസത്വമായിട്ട് അല്ലെങ്കിൽ ജീവാത്മാവാണ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഖണ്ഡിക്കുകയാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതാണ്. പറയാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം റെഫറൻസസ് അദ്ദേഹം നോക്കി പഠിച്ചു, അതിനുശേഷം നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നു. നമുക്കറിയാം ശ്രീപാദ് ശങ്കരാചാര്യർ അദ്ദേഹം ഭഗവാന്റെ ശുദ്ധഭക്തനാണ്, മഹാദേവൻ്റെ അവതാരമാണ്. എന്നാലും അദ്ദേഹം ഒരു സ്പെഷ്യൽ മിഷൻ വരുന്നതാണ്. ആ മിഷൻ പ്രകാരം അദ്ദേഹം മായാവാദം അല്ലെങ്കിൽ നിരാകാര ബ്രഹ്മവാദം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. സോ ആ ഒരു ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി അദ്ദേഹം പല രീതിയിലും എക്സ്പ്ലനേഷൻസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വലിയൊരു സ്കോളറായിരുന്നു. അദ്ദേഹം ശാസ്ത്രങ്ങളിൽ നല്ല അറിവുള്ള വ്യക്തിയാണ്. നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല ഭഗവാൻ മഹാദേവൻ്റെ അവതാരമാവുമ്പോൾ. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ മിഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അതിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്ത് അത് തന്നെ പ്രസ്താവിക്കുമായിരുന്നു. അദ്ദേഹം സാധാരണ ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പ്ലനേഷൻസും ഒരുപാട് ശക്തി ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പലവർക്കും അതായത് തെറ്റിദ്ധരിക്കപ്പെടാൻ എളുപ്പമാണ്. കാര്യം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ശ്രീപാദ് ശങ്കരാചാര്യരും പ്രസ്താവിക്കുന്നത്. ഇതൊക്കെ വേദാന്ത സൂത്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ, അദ്ദേഹത്തിൻ്റെ ഭാഷ്യ അദ്ദേഹം പറയുമ്പോൾ അത് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലവരും അത് ശരിയാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല, സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല അദ്ദേഹം. കാര്യം അദ്ദേഹം എംപവേർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മഹാദേവൻ്റെ അവതാരം എന്ന് പറയുമ്പോൾ എംപവേർഡാണ് അദ്ദേഹം. അപ്പോൾ എന്താണെങ്കിലും അതിനും ഒരു കാരണമുണ്ട്, എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് നമ്മൾ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിനും ഒരു കാര്യമുണ്ടായിരുന്നു. ബുദ്ധമതം ബുദ്ധിസത്തെ കംപ്ലീറ്റ്ലി മാറ്റുവാനും അതേപോലെ തന്നെ വേദങ്ങളെ പുനഃസ്ഥാപിക്കുവാനും വേണ്ടിയിട്ടാണ് ശ്രീപാദ് ശങ്കരാചാര്യർ വരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം വേദങ്ങളെ പുനഃസ്ഥാപിച്ചു. എന്നാൽ അവിടെ നിരാകാര ബ്രഹ്മവാദമാണ് അദ്ദേഹം പ്രചരണം ചെയ്തത്. അതിനുശേഷം വന്നിട്ടുള്ള ശ്രീപാദ് മാധവാചാര്യരും ശ്രീപാദ് രാമാനുജാചാര്യരും ഒക്കെ അവർ എവിടെയാണോ ശ്രീപാദ് ശങ്കരാചാര്യർ നിർത്തിയിട്ടുള്ളത് അത് അവിടെ നിന്ന് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാരിറ്റി വരുത്തി കാര്യങ്ങൾ. കാരണം നിരാകാര ബ്രഹ്മവാദം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമാവാത്ത ഒരു
സംഭവമാണ്. അതായത് ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നു. അതിനപ്പുറത്തേക്ക് എക്സ്പ്ലനേഷൻ വരുന്നില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പോൾ ബ്രഹ്മൺ റിയലൈസേഷൻ എന്ന് പറയുന്നത് തെറ്റല്ല, അത് പൂർണ്ണമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇൻകംപ്ലീറ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നീട് വരുന്ന വൈഷ്ണവാചാര്യന്മാരാണ്. അപ്പോൾ ഇദ്ദേഹം ശ്രീപാദ് ശങ്കരാചാര്യർ അതുകൊണ്ട് വളരെ ഡീപ്പായിട്ട് വേദശാസ്ത്രങ്ങളിൽ നിന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറയുവാണ്. അപ്പോൾ ആ ഇൻ്റർപ്രിട്ടേഷനെ വൈഷ്ണവ ആചാര്യന്മാർ എങ്ങനെ അത് തിരിച്ച് പറയുന്നു, ഇതല്ല ശരിക്കുള്ളത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനെ കൗണ്ടർ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു മത്സരമോ അല്ലെങ്കിൽ ആ വ്യക്തി ശരിയല്ല എന്ന് പറയുന്നതല്ല ആക്ച്വലി. കാര്യം ഇതാണ് ഭഗവാന്റെ തീരുമാനം. ശ്രീപാദ് ശങ്കരാചാര്യരെ വിടുന്നതും അതിനുശേഷം മാധവാചാര്യരും രാമാനുജാചാര്യരും മറ്റുള്ള ആചാര്യന്മാരും വരുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ പടിപടിയായിട്ട് അത് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പടിപടിയായിട്ട് നമ്മളെല്ലാവരും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി അവസാനം ശ്രീ ചൈതന്യ മഹാപ്രഭുവും കൂടെ വരുന്നു. പിന്നെ കംപ്ലീറ്റായി അചിന്ത്യ ഭേദതത്വം എന്ന് പറയുന്ന തത്വം അദ്ദേഹത്തിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നു. ഭഗവാൻ നേരിട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫൈനലാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. അചിന്ത്യ ഭേദ തത്വം. അചിന്ത്യ ഭേദ തത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ തത്വങ്ങളെ വിശകലനം ചെയ്ത് അതിൻ്റെ എസെൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് അചിന്ത്യ ഭേദ തത്വം. അപ്പോൾ ഇനി അതിൻ്റെ കൂടുതലൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാര്യം മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം നേരിട്ട് വന്ന് അതിനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അതിലൊരു റിസർച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ആചാര്യനും വന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല. എല്ലാ തന്നെയും കൺക്ലൂഷനാണ് മഹാപ്രഭു തന്നിട്ടുള്ള തത്വം. മഹാപ്രഭു തന്നിട്ടുള്ള ആ ഒരു ഹരേകൃഷ്ണ മഹാമന്ത്രവും മറ്റുള്ള എല്ലാം ഈ തത്വവും എല്ലാം തന്നെ. കാര്യം കലിയുഗത്തിലെ നമ്മൾക്ക് ഇത്രയും ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും വേണ്ട. എല്ലാം എവറിത്തിങ് മഹാപ്രഭു തന്നു. അദ്ദേഹം തന്നത് സ്വീകരിക്കുക, അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെ സ്വീകരിക്കുക, പ്രാർത്ഥനയോടുകൂടി ആത്മാർത്ഥപരമായിട്ട് അത് ഫോളോ ചെയ്യുക. അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇവിടെ ശ്രീപാദ് ശങ്കരാചാര്യർ വേദാന്ത സൂത്രങ്ങളിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ഈ 4 ചതുർവ്യൂഹങ്ങൾ വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് പറയുന്ന ആ ചതുർവ്യൂഹങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവിടെ എടുത്തു പറയുന്നു വാസുദേവൻ ഭഗവാനാണെന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം വരുന്ന സംഘർഷണൻ ജീവതത്വമാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ വളരെ ക്ലിയറാണ്, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, നിത്യോ നിത്യാനാം ചേതനാനാം. ഉപനിഷത്തുകൾ പറയുന്നുണ്ട് ഭഗവാന് നിരന്തരം അനന്തമായിട്ടുള്ള എക്സ്പാൻഷൻസ് ഉണ്ട്, വിസ്തരണങ്ങളുണ്ട്. എല്ലാം തന്നെ ഭഗവാൻ വിഷ്ണു തത്വങ്ങളാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ ജീവതത്വമേ അല്ല. ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ജീവതത്വമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആദ്യത്തെ ചതുർവ്യൂഹത്തിലെ മൂലസംഘർഷനിൽ നിന്ന് നാരായണൻ വരുന്നു. നാരായണനിൽ നിന്ന് പിന്നീട് രണ്ടാമത്തെ ചതുർവ്യൂഹം വരുന്നു. അവിടെ നിന്ന് പിന്നെ പുരുഷാവതാരങ്ങൾ വരുന്നു. അല്ല, ഇത് നമുക്കറിയാം. അപ്പോൾ സംഘർഷണൻ എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ നാരായണൻ്റെ മൂല കാരണം അല്ലെങ്കിൽ ബലരാമനിൽ നിന്ന് വരുന്ന എക്സ്പാൻഷനാണ് ആക്ച്വലി. സോ ഒരിക്കലും ഒരു ജീവസത്യ അല്ലെങ്കിൽ ജീവാത്മാവായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അത് തെറ്റായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് നമ്മുടെ വൈഷ്ണവാചാര്യന്മാർ അത് ക്ലിയറായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ശിലപ്രഭുജി അതിനുള്ള റെഫറൻസൊക്കെ ഒരുപാട് റെഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. ഈ പറയുന്ന ഇത്രയും വലിയ ഭാവാർത്ഥത്തിൽ ഇത്രയും സമയമെടുത്ത് നമ്മൾ 3 മണിക്കൂർ ഏകദേശം എടുത്തിട്ടുണ്ട്. ഈ 3 ക്ലാസ്സായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര സമയം അദ്ദേഹം ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവും. ഇത്രയും റെഫറൻസ് ഒന്ന് ക്ലാരിറ്റിയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു, ആ അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതേപോലെ വേറെ സ്ഥലങ്ങളിൽ പഞ്ചരാത്ര എന്ന് പറയുന്നത് ആക്ച്വലി നാരദമുനിയാണ് പഞ്ചരാത്ര എഴുതിയിട്ടുള്ളത്. പഞ്ചരാത്രയിൽ പറയുന്നതും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. നാരദമുനി നിരാകാര ബ്രഹ്മവാദിയല്ല. നാരദമുനി നമുക്കറിയാം ശുദ്ധഭക്തനാണ്. അദ്ദേഹം പറഞ്ഞതെല്ലാം പെർഫെക്റ്റാണ്.
വേദാന്ത സൂത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പഞ്ചരാത്രത്തിലും ഉള്ളത്. എന്നാൽ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അർത്ഥം മാറുന്നു. എന്നാൽ അപ്പോൾ ഇവിടെ ശ്രീപാദ ശങ്കരാചാര്യർ പല സ്ഥലങ്ങളിലും ഈ പഞ്ചരാത്രത്തിനെയും കുറച്ച് വേറെ രീതിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം റെക്കമെൻഡേഷൻ ശീല പ്രഭുപാദ് പറയുന്നു. ലഘു ഭാഗവതാമൃതത്തിൽ ശീല രൂപ ഗോസ്വാമി വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ശീല രൂപ ഗോസ്വാമി, ശീല ജീവ ഗോസ്വാമിയൊക്കെ ശുദ്ധ ഭക്തരാണ്. അവർക്ക് അറിയാം എന്താണ് ആക്ച്വൽ എന്നുള്ളത്. കാര്യം അവർ വരുന്നത് നേരിട്ട് ഭഗവാന്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അവരുടെ അറിവും അവരുടെ റിയലൈസേഷനും പെർഫെക്റ്റാണ്. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഹേതുവും ഫലവും, കോസ് എഫക്റ്റ് ഇംഗ്ലീഷിൽ പറയും. അല്ലെങ്കിൽ ഹേതു അല്ലെങ്കിൽ കാരണം, എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫലം. അപ്പോൾ ശ്രീപാദ ശങ്കരാചാര്യരുടെ എക്സ്പാൻഷൻ അങ്ങനെയാണ്. ഈ പറയുന്ന വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധൻ എന്ന് പറയുന്ന ചതുർവ്യൂഹമൂർത്തി അവർ എക്സ്പാൻഡ് ചെയ്യുന്നത് ഹേതുവും ഫലവും പോലെയാണ് എന്നുള്ളത്. ആക്ച്വലി അത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, ഈവൻ നമ്മുടെ ലോജിക്കലി തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ എന്താണ്, മണ്ണും മൺകുടം, മണ്ണിൽ നിന്നാണ് മൺകുടം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു ഹേതുവും ഫലം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, ഭഗവാന്റെ കാര്യങ്ങളിൽ സാധിക്കില്ല. കാര്യം ഈവൻ ജീവസത്വം, ജീവാത്മാവിൻ്റെ കാര്യത്തിലും പറയാൻ സാധിക്കില്ല. കാര്യം ജീവാത്മാവെന്ന് പറയുന്നത് നമ്മൾ ഭഗവത്ഗീതയിൽ എന്താണ് പഠിക്കുന്നത്? ഭഗവത്ഗീതയിൽ അത് ജന്മം എന്ന് പറയുന്ന ഒരു ജീവാത്മാവിന് ജനിക്കുക, മരിക്കുക, ഇല്ലാതാവുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, അല്ലേ? അപ്പോൾ ഹേതുവും ഫലം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് ശരീരത്തിന് വരുന്നു. നമ്മുടെ ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പ്രഭുപാദജി പറയുന്നത് അച്ഛൻ്റെ ശരീരം മകന് ശരീരം കിട്ടാൻ ഒരു കാരണമാകുന്നു. ശരിയാണ്. അപ്പോൾ കാരണമുണ്ട്, അതിന് ഫലവും വരുന്നു. അത് ശരീരത്തിൻ്റെ കേസിൽ പറയാം. കാര്യം അച്ഛൻ്റെ ശരീരം ത്തിൽ നിന്ന് വരുന്ന അച്ഛൻ്റെ ബോഡിയിൽ നിന്ന് അതാണ് കാരണം മകനുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കാരണം, അല്ലേ? ഇപ്പോൾ ബോഡിയുടെ കാര്യം മാത്രം, ആത്മാവിൻ്റെ കാര്യമല്ല പറയുന്നത്. ആത്മാവ് ഒരിക്കലും ഈ പറയുന്ന പരിണാമങ്ങൾക്ക് വിധേയമാവില്ല. പരിണാമങ്ങൾക്ക് വിധേയമാകുന്നതിനെ ഹേതുവും ഫലവും എന്ന് പറയാൻ ആ ഒരു ഫിലോസഫി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഭഗവാന്റെ വിസ്തരണങ്ങളാവട്ടെ ജീവാത്മാവട്ടെ ഒരിക്കലും ഇങ്ങനെയുള്ള പരിണാമങ്ങളിലൂടെ കടന്നു പോകുന്നതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രഖ്യാപനം ശരിയായിട്ടുള്ളതല്ല എന്നുള്ളത് ശ്രീല രൂപ ഗോസ്വാമി വളരെ ക്ലാരിറ്റിയോടുകൂടി ലഘുഭാഗവതാമൃതത്തിൽ പറയുന്നു. പിന്നെ നമുക്കറിയാം ഈശോപനിഷത്തിലും പറയുന്നുണ്ട്, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാവിശിഷ്യതേ. ഭഗവാൻ കൃഷ്ണൻ, ഭഗവാൻ പരമദൈവത്വം പുരുഷൻ, അദ്ദേഹം പൂർണ്ണമാണ്, അദ്ദേഹത്തിൻ്റെ വിസ്തരണങ്ങളും പൂർണ്ണമാണ് എന്നുള്ളത്. അദ്ദേഹത്തിൽ വരുന്ന വിസ്തരണങ്ങളും പൂർണ്ണമാണ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വിസ്തരിക്കുന്നത്, ഭഗവാന്റെ വിസ്തരണങ്ങൾ, അവതാരങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും കുറവുകൾ ഉള്ളവരല്ല. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, ആന്തരിക ശക്തി ഉപയോഗിച്ച് പല പല അവതാരങ്ങൾ എടുക്കുന്നു, പല പല എക്സ്പാൻഷൻസ്, അംശങ്ങൾ ആയിട്ട് വരുന്നു. അതിൽ വിഷ്ണു തത്വങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും ഭഗവാൻ തന്നെയാണ്, ഡിഫറെൻ്റ് എക്സ്പാൻഷൻസ് ആണ്. നല്ലൊരു ഉദാഹരണം പറയുന്നത്, നമ്മളൊരു മെഴുകുതിരിയിൽ ഒരു മെഴുകുതിരിയിൽ നിന്ന് 1000 മെഴുകുതിരി കത്തിക്കുന്ന പോലെ. അപ്പോൾ എല്ലാ മെഴുകുതിരിക്കും ഒരേ പൊട്ടൻസിയാണുള്ളത്, ആദ്യത്തെ മെഴുകുതിരി പോലെ തന്നെ. പറയുമ്പോൾ ആദ്യത്തെ മെഴുകിൽ നിന്നാണ് മറ്റുള്ളത് കത്തിക്കുന്നത് എന്നുള്ളത് ശരിയാണ്, സോഴ്സ് ആദ്യത്തെ മെഴുകുതിരിയാണെന്ന് പറയാം. എന്നാൽ അതിൽ നിന്ന് കത്തിച്ചിട്ടുള്ള മെഴുകുതിരിയും ഈക്വലി പൊട്ടൻ്റാണ്, അല്ലെങ്കിൽ അതിനും ശക്തി ഉണ്ട്, ഒരേപോലെയാണ്. സോ ഒരിക്കലും കുറവ് വരുന്നില്ല. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഈ ഒരു കാര്യം കൂടെയാണ് വൈഷ്ണവാചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ഹേതുവും ഫലം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ഇതൊക്കെ ശ്രീല രൂപ ഗോസ്വാമിയും മറ്റുള്ള വൈഷ്ണവാചാര്യന്മാരും വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നു, പഞ്ചരാത്രത്തിൽ പറയുന്നത്, പഞ്ചരാത്രത്തിലാണ് പറയുന്നത് ജീവ
എന്ന് പറയുന്ന സംഘർഷണൻ എന്ന് പറയുന്ന ജീവാത്മാവായിട്ട് പറയുന്നു എന്നുള്ളത്. ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത് സംഘർഷണൻ എന്ന് പറയുന്നത് ജീവാത്മാക്കളുടെ അധിഷ്ഠാത്രി ദേവനാണ്, അത്രയേ പറയുന്നുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹമാണ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ ദേവൻ, പ്രിഡോമിനേറ്റിംഗ് ഡീറ്റി, അല്ലെങ്കിൽ നമ്മൾ സംസ്കൃതത്തിൽ പറയുമ്പോൾ അധിഷ്ഠാത്രി ദേവൻ. മലയാളത്തിൽ വായിച്ചിരുന്നു, എന്തായിരുന്നു, എന്തോ ഒരു ദേവൻ നിങ്ങൾ വായിച്ചിരുന്നു ഞാൻ. അപ്പോൾ അധിഷ്ഠാത്രി ദേവൻ എന്ന് പറയുന്നത് ആ ഒരു ജീവാത്മാക്കളെ അവരുടെ ഡീറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ ഭഗവാന്റെ വിസ്തരണമാണ് ആക്ച്വലി. അല്ലാതെ അത് ജീവസത്വമല്ല. നമുക്കറിയാം ഓരോന്നിൻ്റെ പുറകിലും ഓരോ വിസ്തരണങ്ങളുണ്ട്. ഭഗവാന്റെ വിസ്തരണങ്ങളുണ്ട്, അതേപോലെ ചില സമയങ്ങളിൽ ദേവന്മാരും ഉണ്ട് അതിൻ്റെ പുറകിൽ, അല്ലേ? നമ്മൾ പറയാറുണ്ട് കാർത്തിക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയുടെ മാസമാണ്. അപ്പോൾ അത് കാർത്തിക മാസം, ദാമോദര മാസത്തിലെ അധിഷ്ഠാത്രി ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയാണ്. അങ്ങനെ അതേപോലെ പുരുഷോത്തമ മാസം പറയുമ്പോൾ നമ്മൾ പറയും ആ മാസത്തിൻ്റെ അധിഷ്ഠാത്രി ദേവൻ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അദ്ദേഹമാണ് എന്ന് പറയുന്നു. അതേപോലെ ഓരോ മാസങ്ങൾക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ ഓരോ മൂർത്തികൾ വരുന്നുണ്ട്. അതേപോലെയാണ് ഇവിടെയും, അതേപോലെയാണ് സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. സംഘർഷണൻ, വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് പറയുന്ന ചതുർവ്യൂഹം, ഇതെല്ലാം പറയുന്നു. സംഘർഷണൻ ജീവസത്വങ്ങളുടെ അധിഷ്ഠാത്രി ദേവനാണ്, അതേപോലെ പ്രദ്യുമ്നൻ മനസ്സിൻ്റെയും അനിരുദ്ധൻ അഹങ്കാരത്തിൻ്റെയും. ഇത് പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷേ ശങ്കരാചാര്യർ പറയുന്നതനുസരിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇത് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാര്യം സംഘർഷണൻ ജീവാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ ജീവാത്മാവിൽ നിന്ന് പിന്നെ പ്രദ്യുമ്നനും അനിരുദ്ധനും എങ്ങനെ വരുന്നു? പിന്നെ ഒരു കാര്യമുണ്ട്, മനസ്സ് എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സോഴ്സ് ഭഗവാനിൽ നിന്നാണ്. നമ്മളത് പറയുന്നുണ്ട്. 24 മൂലകങ്ങൾ സൃഷ്ടിക്കുന്നത് ഭഗവാനാണ്, ബ്രഹ്മാവല്ല, അല്ലേ? അവിടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു ജീവാത്മാവില്ല ഭഗവാന്റെ വിഷ്ണു തത്വങ്ങൾ. സംഘർഷണൻ ജീവസത്വമാണെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ മറ്റുള്ള ചതുർവ്യൂഹമൂർത്തികൾ എല്ലാവരും ഭഗവാന്റെ വേറെ വേറെ അംശാവതാരങ്ങളും വിസ്തരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, സംഘർഷനും പ്രദ്യുമ്ന അനിരുദ്ധനും വാസുദേവനും ഇവരെല്ലാവരും തന്നെ ഭഗവാന്റെ എക്സ്പാൻഷൻസ് തന്നെയാണ്. അവരെല്ലാവരും വിഷ്ണു തത്വങ്ങൾ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇവർ ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റും ഇല്ല. ഇവർ പ്രകടമാവുന്നു അപ്രകടമാവുന്നു, ഇതിങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മനുഷ്യരെ പോലെ, നമ്മൾ ഓരോരുത്തരെയും പോലെ ജന്മം, ജരാവ്യാധി, മരണം എന്ന് പറയുന്ന ഒന്നും ഇല്ല. ഭഗവാനും ഭഗവാന്റെ എക്സ്പാൻഷൻസും എപ്പോഴും അങ്ങനെയാണ്. ഈവൻ നമ്മുടെ ആത്മാവും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ജന്മവുമില്ല മരണവുമില്ല, അല്ലേ? പിന്നെ എങ്ങനെയായിരിക്കും ഈ ആത്മാവ് ഭഗവാന്റെ അംശമാണ്. അപ്പോൾ ഭഗവാന്റെ വിസ്തരണങ്ങൾ, വിഷ്ണു തത്വങ്ങൾ എങ്ങനെ മരിക്കുന്നു ജനിക്കുന്നു? അപ്പോൾ ഈ കൺസെപ്റ്റൊന്നും ആപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ ഭഗവാന്റെ അംശം സ്വാംശം വിഭിന്നാംശം, അങ്ങനെ സ്വഅംശം വിഭിന്നാംശം എന്നാണ്, അങ്ങനെയാണ് ഭഗവാന്റെ എക്സ്പാൻഷൻസ് വരുന്നത്. ആ സ്വഅംശത്തിൽ വരുന്നതാണ് ഇവരെല്ലാവരും, ഈ വിഷ്ണുമൂർത്തികൾ, എല്ലാ വിഷ്ണു തത്വങ്ങളും വരുന്നത് സ്വഅംശത്തിലാണ്. വിഭിന്ന അംശത്തിലാണ് വരുന്നത് ജീവസത്ത അല്ലെങ്കിൽ ജീവാത്മാവ്. എന്നാൽ ഇത് രണ്ടും ശാശ്വതമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസെൻസ് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ കൺക്ലൂഷൻ, പിന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട് സംഘർഷനെക്കുറിച്ച്. സംഘർഷണൻ നമുക്കറിയാം മഹാസംഘർഷനിൽ നിന്നാണ് കാരണ ഉദകസായി വിഷ്ണു വരുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ആ സംഘർഷണൻ വരുന്നത് അറിയാം, മുകളിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ, ബലരാമൻ വീണ്ടും
ആദ്യത്തെ ചതുർവ്യൂഹം, പിന്നെ നാരായണൻ, അടുത്ത ചതുർവ്യൂഹം, അവിടെയാണ് മഹാസംഘർഷൻ വരുന്നത്. ആ മഹാസംഘർഷനാണ് കാരണസാഗരത്തിൻ്റെ കാരണം. കാരണസാഗരം വരുന്നതും കാരണോദകസായി വിഷ്ണു വരുന്നത് സംഘർഷനിൽ നിന്നാണ്. ഇതും നമുക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ പുരുഷാവതാരങ്ങളുടെ ഒറിജിൻ എവിടെ നിന്നാണ്? സംഘർഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ സംഘർഷൻ്റെ എക്സ്പാൻഷൻസ് ആണ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും അതുകൊണ്ട് മഹാസംഘർഷനെ ഒരു പക്ഷേ ചില സമയങ്ങളിൽ ടോട്ടൽ ആയിട്ട് ജീവ എന്നുള്ളൊരു ചിലപ്പോൾ അങ്ങനെ വിളിക്കുന്നത് കാണാം. പക്ഷെ അതിൻ്റെ അർത്ഥം സംഘർഷൻ ജീവാത്മാവാണ്, ജീവസത്വമാണ് എന്നുള്ളതല്ല. എന്നാൽ എല്ലാ കാര്യം ഭൗതിക ലോകം തന്നെ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ആ സൃഷ്ടി നടക്കുന്നത് സംഘർഷനിൽ നിന്നുള്ള എക്സ്പാൻഷൻസ് മുഖേനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ എന്താ പറയുക, സംഹാരത്തിന് ശേഷം നമുക്കറിയാം എല്ലാം മഹാവിഷ്ണുവിലേക്ക് പ്രവേശിക്കുന്നു, കാരണോദകസായി വിഷ്ണുവിലേക്ക് പ്രവേശിക്കുന്നു. ആ കാരണോദകസായി വിഷ്ണു ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? സംഘർഷനെയാണ്. അപ്പോൾ സംഘർഷനിൽ നിന്നാണ് പിന്നെ വരുന്ന എക്സ്പാൻഷനാണ് മഹാവിഷ്ണു. പിന്നീടാണ് ബാക്കിയുള്ള സൃഷ്ടിയെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ സംഘർഷനെ ടോട്ടൽ ജീവ എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം ജീവാത്മാവാണ്, ജീവസത്വമാണ് എന്നുള്ളതല്ല. എല്ലാ ജീവാത്മാക്കളുടെയും ഒരു ആശ്രയമാണ് ആര്? സംഘർഷണൻ, മഹാസംഘർഷൻ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഒറിജിൻ സംഘർഷനിൽ നിന്നാണ്. അതേപോലെ തന്നെ ആ വിഷ്ണുവിൽ നിന്നാണ് പിന്നെ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംഘർഷന് നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശമാണ്, എക്സ്പാൻഷനാണ്. ഇതാണ് പറയുന്നത്. ആക്ച്വലി ഇത്രയും പറയാനാണ് നമ്മൾ ഇത്രയും ഈ ഭാവാർത്ഥം മുഴുവനും വായിച്ചതും പഠിച്ചതും ശില പ്രഭുജി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംഘർഷനെ കുറിച്ച് പറയുവാണ് നിത്യാനന്ദ പ്രഭുവിൻ്റെ അല്ലെങ്കിൽ ബലരാമൻ്റെ എക്സ്പാൻഷൻസ് ആണ് ഇവരെല്ലാവരും എന്നുള്ളത് പ്രസ്താവിക്കുകയാണ്, അല്ലെങ്കിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് കറക്റ്റായിട്ട് ശാസ്ത്രത്തിലെ റെഫറൻസ് മുഖേന നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരുവാണ് ചെയ്യുന്നത്. നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ചാണ് ഈ ഒരു അധ്യായം മുഴുവനും പറയുന്നത്, നിത്യാനന്ദ പ്രഭുവിൻ്റെ ആ ഒരു സ്ഥാനത്തെക്കുറിച്ച്. അപ്പോൾ നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലരാമൻ തന്നെ, വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് 41-ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു ഓവറോൾ ഒരു എസൻസ്. നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഇതിനും കൂടുതൽ ഡീറ്റെയിൽസിൽ പോകേണ്ട ആവശ്യമില്ല. കാര്യം ഇനി ശ്രീപാദ് ശങ്കരാചാര്യരുടെ കമൻട്രി ഒന്നും നമ്മൾ വായിച്ച് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ വേറെ ആചാര്യന്മാരുടെ കമൻട്രി ഒന്നും വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ശ്രീല പ്രഭുപാദി ആവശ്യത്തിനേക്കാൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഈ ഒരു ഭാവാർത്ഥത്തിൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു എസൻസ് എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതാണ് എസൻസ്. അപ്പോൾ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, നിത്യാനന്ദ പ്രഭുവിൽ നിന്നാണ്, അല്ലെങ്കിൽ ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു, അവിടെ നിന്നാണ് പിന്നീടുള്ള എക്സ്പാൻഷൻസൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 2-3 ശ്ലോകം കൂടെ നോക്കാം നമുക്ക്. താഹായേ 42 താഹായേ രാമേര രൂപ മഹാസംഘർഷണ ചിശക്തി ആശ്രയ തിഹു കാരണേര കാരണ. ഹരേ കൃഷ്ണ പ്രഭു. താൻഹായേ രാമേര രൂപ മഹാസംഘർഷണ ചിത്ശക്തി ആശ്രയ തിൻഹു കാരണേര കാരണ. വിവർത്തനം ഭായി ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അവിടെ ആധ്യാത്മിക ആകാശത്തിൽ ബലദേവന്റെ വ്യക്തിഗത രൂപഭേദമായ മഹാസംഘർഷണൻ ആധ്യാത്മിക ശക്തിയുടെ ആശ്രയമായി വർത്തിക്കുന്നു. അവിടെ നിന്നാണ് സർവ്വകാരണങ്ങളുടെയും പ്രഥമ കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാസംഘർഷനെ കുറിച്ച് പറയുന്നു. മഹാസംഘർഷൻ ബലരാമനിൽ നിന്ന് വരുന്നതാണ്, നിത്യാനന്ദ പ്രഭുവിൽ നിന്ന് വരുന്നതാണ്. അവിടെ നിന്നാണ് സർവ്വകാരണങ്ങളുടെ കാരണമെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീടുള്ള എക്സ്പാൻഷൻസ്, ഭൗതിക ലോകത്തിലെ എല്ലാ ക്രിയേഷനും ഇൻക്ലൂഡിങ് മഹാവിഷ്ണു വരെ വരുന്നത്. അതാണ് പറയുന്നത്. അതുകൊണ്ട് സർവ്വകാരണ കാരണമെന്ന് പറയുന്നു. ചിശക്തി വിലാസ ഏക ശുദ്ധസത്വ നാമ ശുദ്ധസത്വമയ യത വൈകുണ്ഠാദിധാമ.
ഹരേ ഹരേ കൃഷ്ണ വാസുദേവായ ചിത്ശക്തി വിലാസായ ഏക ശുദ്ധസത്വനാമ ശുദ്ധസത്വമയ യഥാ വൈകുണ്ഠാമ. ഹരേ കൃഷ്ണ. വിവർത്തനം ശീലപ്രഭുപാദ് കി ജയ്. ആധ്യാത്മിക ശക്തിയുടെ ഒരു വിഭാഗം ലീലകളെ വിശുദ്ധ സത്വം എന്ന് വിളിക്കുന്നു. അതിൽ വൈകുണ്ഠധാമങ്ങൾ ഉൾക്കൊള്ളുന്നു. ഹരേ കൃഷ്ണ. വിശുദ്ധ സത്വം എന്ന് വിളിക്കുന്നു ഭഗവാന്റെ ലീലകളെ. വിശുദ്ധ സത്വത്തിലാണ് ഉള്ളത് ഭഗവാന്റെ എക്സ്പാൻഷൻസ് ആണെങ്കിലും വിസ്തരണങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലീലകളാണെങ്കിലും. അപ്പോൾ വൈകുണ്ഠത്തിൽ ഉള്ള എക്സ്പാൻഷൻസ് ആവട്ടെ, ഗോലോക വൃന്ദാവനത്തിലുള്ളതാവട്ടെ, എല്ലാം തന്നെ വിശുദ്ധ സത്വത്തിൽ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ലീലകളും വിസ്തരണങ്ങളും എല്ലാം തന്നെ. षड्विधैश्वर्यताः सकलचिन्मया सङ्घर्षनेरा विभूति सभजनिह निश्चय. ഹരേ കൃഷ്ണ. ഷഡ്വിധൈശ്വര്യതഃ സകല ചിന്മയ സംഘർഷണേര വിഭൂതി സഭജാനിഹ നിശ്ചയ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. 6 ഐശ്വര്യ സവിശേഷതകളും ആധ്യാത്മികമാണ്. അവയെല്ലാം സംഘർഷന്റെ ഐശ്വര്യങ്ങളുടെ ആവിഷ്കാരങ്ങളാണെന്ന് തീർച്ചയായും അറിയുക. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓക്കെ, ഇവിടെ സംഘർഷനെ കുറിച്ച് വീണ്ടും എടുത്തു പറയുന്നു. നമുക്ക് അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സംഘർഷനിൽ നിന്ന് പിന്നീട് വരുന്ന വിസ്തരണങ്ങൾ കാരണം. അപ്പോൾ 6 ഐശ്വര്യങ്ങൾ, ഷഡൈശ്വര്യങ്ങൾ. ഏതൊക്കെയാണ് ഷഡൈശ്വര്യങ്ങൾ? ഷഡൈശ്വര്യങ്ങളെല്ലാം ആധ്യാത്മിക തലത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഷഡൈശ്വര്യങ്ങൾ? ഹരേ കൃഷ്ണ. ആരെങ്കിലും? സൗന്ദര്യം, വീര്യം, അതല്ലേ? കീർത്തി, കീർത്തി, ശക്തി, ശക്തി, എത്രയായി? ജ്ഞാനം, ജ്ഞാനം, 6 ത്യാഗം, ത്യാഗം. ഓക്കെ, 6. ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസാശ്രയ. ജ്ഞാനം, വൈരാഗ്യം. 6 ഓക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. ഷഡൈശ്വര്യങ്ങളെല്ലാം തന്നെ ആധ്യാത്മിക തലത്തിലുള്ളതാണ്, സ്പിരിച്വലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഐശ്വര്യങ്ങളൊക്കെ ഭഗവാന്റെ എല്ലാ വിസ്തരണങ്ങൾക്കും ഉണ്ട്, ഷഡൈശ്വര്യങ്ങൾ. അതുകൊണ്ട് എല്ലാ വിഷ്ണു തത്വങ്ങളും നമുക്ക് പൊട്ടൻസി പറയുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർത്താൽ മതി. മെഴുകുതിരിയുടെ എക്സാമ്പിൾ. ഓക്കെ. ജീവനാമ തടസ്ഥാഖ്യ ഏകശക്തി ഹായ് മഹാസംഘർഷന സബ ജീവേര ആശ്രയ. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. ജീവനാമ തടസ്ഥാഖ്യ ഏകശക്തിഹായ മഹാസംഘർഷണ സഭ ജീവേര ആശ്രയ. വിവർത്തനം ശീലപ്രഭുപാദ് കി ജയ്. ജീവൻ എന്നറിയപ്പെടുന്ന ഒരു തടസ്ഥ ശക്തിയുണ്ട്. എല്ലാ ജീവന്മാരുടെയും ആശ്രയം മഹാസംഘർഷമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ജീവസത്വം അല്ലെങ്കിൽ ജീവാത്മാവ് എന്ന് പറയുന്നത് തടസ്സ ശക്തി. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ആശ്രയമാണ് മഹാസംഘർഷൻ. നമ്മൾ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ 41-ാമത്തെ ശ്ലോകത്തിൻ്റെ ചർച്ചയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഷെൽട്ടർ ആവുന്നത് അല്ലെങ്കിൽ ആശ്രയമാവുന്നത് എന്നുള്ളത്. കാര്യം സംഹാരം കഴിഞ്ഞ് മഹാവിഷ്ണു പിന്നെ ആശ്രയിക്കുന്നത് മഹാസംഘർഷനെയാണ്. പിന്നെ അടുത്ത എക്സ്പാൻഷൻ, അടുത്ത ക്രിയേഷൻ വരുന്ന സമയത്ത് വീണ്ടും ഭൗതിക ലോകത്തിലെ ക്രിയേഷനും കാര്യങ്ങളും പ്രകടമാവുന്നു, പ്രകടമാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് മഹാസംഘർഷനാണ് എല്ലാവരുടെയും ആശ്രയം. എല്ലാ ജീവാത്മാക്കളുടെയും ആശ്രയം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അദ്ദേഹം ജീവാത്മാവാണ്, ജീവസത്വമാണ് എന്നുള്ളതല്ല, എന്നാൽ എല്ലാ ജീവാത്മാക്കളുടെയും ആശ്രയമാണ് അദ്ദേഹം. യഹാ ഹൈത്തെ വിശ്വോപതി യാഹത്തെ പ്രളയ സേ പുരുഷേര സംഘർഷന സമാശ്രയ. ഹരേ കൃഷ്ണ പ്രഭു. യാൻഹ ഹൈത്തെ വിശ്വോത്പത്തി യാൻഹ തേ പ്രളയ സേയി പുരുഷേര സംഘർഷേണ സമാശ്രയ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആരിൽ നിന്നാണോ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതും ആരിലാണോ അത് വിഘടിക്കപ്പെടുന്നതും ആ പുരുഷന്റെ യഥാർത്ഥ ആശ്രയം സംഘർഷനാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നത് പുരുഷാവതാരം, കാരണോദകസായ വിഷ്ണു അല്ലേ? കാരണോദകസായ വിഷ്ണുവിൻ്റെ ആശ്രയമാണ്
സംഘർഷണൻ. കാര്യം അദ്ദേഹത്തിൽ നിന്ന് വരുന്ന എക്സ്പാൻഷൻ ആയതുകൊണ്ട്. അപ്പോൾ സൃഷ്ടിയും സംഹാരമൊക്കെ നടത്തുന്നത് പിന്നീട് നമുക്കറിയാം വിഷ്ണുമൂർത്തികളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആശ്രയമാണ് സംഘർഷണൻ, മഹാസംഘർഷണൻ. സർവാശ്രയ സർവഭൂത ഐശ്വര്യ അപാർ അനന്ത കഹിതേ നാരേ മഹിമയഹാർ. ഹരേ കൃഷ്ണ. ഹരേ വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാറ്റിന്റെയും ആശ്രയം അവിടുന്നാണ് സംഘർഷണൻ. എല്ലാ അർത്ഥത്തിലും അത്ഭുതകരമായ അവിടുന്നിന്റെ ഐശ്വര്യങ്ങളോ അളവറ്റതും. അവിടുത്തെ മഹിമാനങ്ങൾ അനന്തന് പോലും അവർണ്ണനീയമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംഘർഷണൻ എല്ലാവരുടെയും ആശ്രയമാണെന്ന് പറയുന്നു. അത്ഭുതകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ ഐശ്വര്യങ്ങളാണെങ്കിലും അനന്തമാണ്. അനന്തശേഷന് പോലും ഇതൊന്നും പറഞ്ഞ് തീർക്കാൻ സാധിക്കുന്നില്ല, അത്രമാത്രം ഐശ്വര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സംഘർഷണൻ. അപ്പോൾ സംഘർഷണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ബലരാമൻ്റെ എക്സ്പാൻഷനാണ്. അതുകൊണ്ട് അദ്ദേഹം ഭഗവാൻ തന്നെയാണ്, പരമദിവ്യതമ പുരുഷൻ്റെ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. വിഷ്ണു തത്വം. തുരിയ വിശുദ്ധ സത്വ സംഘർഷണ നാമ തീഹോയാറ अंश से नित्यानंद राम. ഹരേ കൃഷ്ണ. തുരീയ വിശുദ്ധ സത്വ സംഘർഷണ നാമ തീഹോയാൻഡ സേയി നിത്യാനന്ദ രാമ. അതീന്ദ്രിയ വിശുദ്ധ സത്വമായ ആ സംഘർഷണൻ നിത്യാനന്ദ ബലരാമന്റെ ഭാഗ്യ വിസ്താരണമാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ സംഘർഷണൻ ഇവിടെ പറയുന്നു വിശുദ്ധ സത്വം. വിശുദ്ധ സത്വത്തിലാണ് എല്ലാ വിഷ്ണുമൂർത്തികളും, എല്ലാ അവതാരങ്ങളും, ഭഗവാന്റെ എല്ലാ വിഷ്ണു തത്വ അവതാരങ്ങളും വിശുദ്ധ സത്വത്തിൽ തന്നെയാണ്. സംഘർഷണം അതേപോലെ തന്നെയാണ്. ആ സംഘർഷണം എന്ന് പറയുന്നത് നിത്യാനന്ദ റാം, നിത്യാനന്ദ ബലറാം, നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശമാണ്, അല്ലെങ്കിൽ പാർഷ്യൽ എക്സ്പാൻഷനാണ്. യാറ അംശ സൈ നിത്യാനന്ദ റാം, നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശാവതാരമാണ് ആറ് സംഘർഷണൻ എന്നാണ് പറയുന്നത്. അഷ്ടമ ശ്ലോകേര കൈലാ സംക്ഷേപ വിവരണ നവമ ശ്ലോകേര അർത്ഥ ശുനദീയമാന. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഷ്ടമ ശ്ലോകേര കൈല സംക്ഷേപേ വിവരണ നവമ ശ്ലോകേര അർത്ഥ ശൂന്യദീയമാന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. 8ാം ശ്ലോകം ഞാൻ ചുരുക്കത്തിൽ വിവരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ 9ാം ശ്ലോകം വിവരിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ 8ാമത്തെ ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇത്രയും ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറഞ്ഞിട്ടുള്ളതും. നമ്മൾ ഒരുപാട് ശ്ലോകങ്ങൾ കണ്ടു. അതിൽ വളരെ ഭംഗിയായിട്ട് വിശാലമായിട്ട് ശിലപ്രഭുപാദ് ഭാവാർത്ഥം എഴുതി നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ശ്ലോകത്തിൻ്റെ എക്സ്പ്ലനേഷൻ 9ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 50ാമത്തെ ശ്ലോകം വരുന്നു. മായാഭ്രതാഞ്ജാണ്ഡ സംഘാശ്രയാംഗഃ ശേതേ സാക്ഷാത് കാരണാംഭോധിമധ്യേ യസ്യൈകാംശാ ശ്രീ പൂമാനാദിദേവസ്തം ശ്രീ നിത്യാനന്ദരാമം പ്രപത്യേ. ഹരേ കൃഷ്ണ. മായാ ഭർത്താ ജാണ്ഡ സംഘാശ്രയാംഗഃ ചേതേ സാക്ഷാത് കാരണാംഭൂതി മധ്യേ അസ്യൈകാംശ ശ്രീ പുമാൻ ആദിദേവസ് തം ശ്രീ നിത്യാനന്ദരാമം പ്രപദ്യേ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കാരണസമുദ്രത്തിൽ ശയിക്കുന്ന മഹാശക്തിയുടെ യജമാനനും സർവ്വലോകങ്ങളുടെയും ആശ്രയവുമായ ആദിദേവൻ കാരണോദകശായി വിഷ്ണു ആരുടെ ഭാഗിക പ്രതിനിധീകരണമാണോ ആ നിത്യാനന്ദരാമനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭർത്താ ജാണ്ഡ സംഘർഷനാശ്രയാംഗഃ. ഇവിടെ പറയുന്നു, എന്താണ് പറയുന്നത്, എല്ലാ മായാശക്തിയുടെയും അതേപോലെ തന്നെ മായാശക്തിയുടെ മാത്രമല്ല സകല ബ്രഹ്മാണ്ടങ്ങളുടെയും സർവ ആശ്രയമാണ് ആര്? സംഘർഷണൻ, അല്ലെങ്കിൽ
കാരണോദക് സായി വിഷ്ണു, ഇവിടെ കാരണോദക് സായി വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. ആ കാരണോദക് സായി വിഷ്ണു ആരുടെ കാരണോദക് സായി വിഷ്ണു അല്ല, ഇവിടെ പറയുന്നത് നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച്. നിത്യാനന്ദ പ്രഭുവാണ് കാരണോദക് സായി വിഷ്ണുവിൻ്റെ കാരണം അല്ലെങ്കിൽ എക്സ്പാൻഷനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മായാശക്തി അല്ലെങ്കിൽ ബ്രഹ്മാണ്ടങ്ങളൊക്കെ ആശ്രയിക്കുന്നത് കാരണോദക് സായി വിഷ്ണുവിലാണ്. ആ കാരണോദക് സായി വിഷ്ണു എവിടെയാണ്? ശേതേ സാക്ഷാത് കരണാംബോധി മധ്യേ, കാരണസാഗരത്തിൽ അദ്ദേഹം ശയിക്കുന്നു, അദ്ദേഹം കിടക്കുന്നു. ഇനി യസ്യൈകാംശ ശ്രീ പുമാൻ ആദിദേവസ്, എന്നാൽ ആ കാരണോദക് സായി വിഷ്ണു എന്ന് പറയുന്നത് നിത്യാനന്ദ പ്രഭുവിൻ്റെ ഒരു അംശം ആണ്, അല്ലെങ്കിൽ പറയുന്നു യസ്യൈകാംശ, ഒരു അംശമാണ്, അംശാവതാരമാണ്. നിത്യാനന്ദ പ്രഭുവിൻ്റെ അംശാവതാരമാണ് കാരണോദക് സായി വിഷ്ണു. തം ശ്രീ നിത്യാനന്ദം രാമം പ്രപത്തെ, ആ ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിൻ്റെ പൊസിഷനാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ശ്രീ ചൈതന്യ ചരിതാമൃത की जय, श्रील कृष्णदास कविराज गोस्वामी की जय, शील प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, समवेद गौर भक्त वृंद की जय. निताय गौर प्रेमानंदे. हरे कृष्ण. थैंक यू. हरे कृष्ण.